എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ്റെ സൂപ്പാണ്. ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഫ്രൈ പാൻ വെച്ചു. ഫ്രൈ പാനിലേക്ക് ഞാനൊരു 5 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തു. ഇത് 4 ഗ്ലാസ് സൂപ്പാണ് നമുക്ക് ആവശ്യം. പക്ഷെ ഇത് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി കണക്കാക്കി 5 ഗ്ലാസ്സാണ് എടുത്തത്. അതിലേക്ക് ഒരു സവോള അരിഞ്ഞിട്ടു, ചെറിയ കഷ്ണം ക്യാരറ്റ് കുനുകുനുന്നനെ അരിഞ്ഞിട്ടു, ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചിട്ടു, പിന്നെ വെളുത്തുള്ളി 4 അല്ലി വെളുത്തുള്ളി. ഉപ്പ് ഞാൻ പാകത്തിന് അല്ലെങ്കിലും ഒരു 1/2 ടീസ്പൂണാണ് ഇപ്പോൾ ഇട്ടുള്ളത്. ബാക്കി നമുക്ക് നോക്കിയിട്ട് ഒന്നും കൂടി ആഡ് ചെയ്യേണ്ടി വരും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്. ഇത്രയും കൂടെ നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കണം. അപ്പോൾ അത് ഏകദേശം തിള വന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചിക്കനെ മാറ്റാം. ഇത് ഞാനൊരു 200 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത പീസ് നോക്കി മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്ന് നമ്മളതിലേക്ക് ചേർത്തു. ഇത് വേവാനായിട്ട് ഏകദേശം നമുക്കൊരു 20 മിനിറ്റ് വേണ്ടി വരും. മാത്രമല്ല വെള്ളം ഒന്ന് തിളച്ചതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ലൊരു സ്മെല്ലിലേക്ക് വരും. അപ്പോൾ അതുവരെ നമുക്കത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. കണ്ട നല്ല രീതിയിൽ തന്നെ തിളയ്ക്കുന്നുണ്ട്. നന്നായി തിള വന്നു. അതിൽ നിന്ന് നമുക്ക് ഈ വെന്തിട്ടുള്ള ചിക്കൻ പീസിനെ പതിയെ മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ പീസ് മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് ബാക്കി അതിലുള്ള സബോള, ക്യാരറ്റ് ഇതെല്ലാം നമുക്ക് ഇനി ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അതിൽ നിന്ന് ഓരോന്നോരോന്നായി നമ്മൾ തപ്പിത്തെറിഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തതിന് ശേഷം അതൊന്ന് ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. അത് മാറ്റിയെടുത്തതിന് ശേഷം ബാക്കി നമ്മൾ സോക്ക് ചെയ്തിട്ടുള്ള വെള്ളത്തിൽ നിന്ന് നമുക്ക് ആ വെള്ളം മാത്രം ഊറ്റി എടുക്കണം. അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് കളയാനുള്ളതാണ്. അപ്പോൾ അത് നമ്മളിതുപോലെ ഞാൻ അരിപ്പ വെച്ചിട്ടാണ് അത് ഊറ്റിയെടുത്തത്. എന്തായാലും സാധാരണ മാത്രം നമ്മൾ മുകളിൽ നിന്ന് എടുക്കുകയായാലും അടിയിലത്തെയൊക്കെ നമുക്ക് അതിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അരിപ്പ വെച്ച് തന്നെ അത് വേർതിരിച്ച് എടുത്തു. അതിന് ശേഷം നമുക്കിതിന് അടുത്ത സ്റ്റേജ് പണി തുടങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മുട്ടയാണ് നമുക്ക് പിന്നെ ആവശ്യമുള്ളത്. അതിനെ നന്നായി നമ്മൾ പതപ്പിച്ചെടുക്കുക. അത് നമുക്ക് സൂപ്പിൽ തന്നെ ലെയറായിട്ട് ചെറിയ രീതിയിലേ കാണുള്ളൂ. അപ്പം അങ്ങനെ ആവണമെങ്കിൽ നമ്മളിത് നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് എടുക്കണം. അപ്പോൾ അത് നന്നായി പതഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ അത് മാറ്റി വയ്ക്കുക. പിന്നെ നമുക്കതിലേക്ക് ആവശ്യം കോൺഫ്ലവർ പൊടിയാണ്. ഇതൊരു 4-5 ടീസ്പൂണോളം നമ്മൾ എടുത്തിട്ടുണ്ട്. അത് വെള്ളം ചേർത്ത് ലൂസാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ 1/2 ഗ്ലാസ് വെള്ളത്തിൽ തന്നെ ഈ 5 ടീസ്പൂൺ കോൺഫ്ലവർ മാറ്റി വെച്ചു. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഏകദേശം ചെറിയ ലൈറ്റ് ചൂടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്കത് ഓരോ പീസായിട്ട് മാറ്റി വേർതിരിച്ച് എടുക്കാം. അങ്ങനെ വേർതിരിച്ചതാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുക. അപ്പോൾ ഇതുപോലെ നമ്മളതിനെ ചെറിയതാക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റേജ് തുടങ്ങാം. നമ്മൾ ഇതുപോലെ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഇത് വാടാൻ വേണ്ടി മാത്രം വഴറ്റാനുള്ളൊരു ചെറിയൊരു കുറച്ച് വെളിച്ചെണ്ണ അതൊഴിച്ചു. അതിലേക്ക് ഞാൻ വെളുത്തുള്ളിയാണ് ഒരു 4 അല്ലി വെളുത്തുള്ളി ആ പച്ചച്ചുവ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ക്യാരറ്റ്, ക്യാബേജിൻ്റെ ഒരു ചെറിയ പീസ്, അങ്ങനെ ഇത് കുനുകുനുന്നനെ നീളത്തിൽ അരിഞ്ഞിട്ട് അതിലിടുക. അതധികം വേവരുത്, കാരണം ഒരു ചെറിയൊരു വാട്ടം മാത്രമേ അതിന് വേണ്ടൂ. അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ വേവിച്ച വെള്ളം അതിലേക്ക് ആഡ് ചെയ്തു. അങ്ങനെ ആ വെള്ളം നമുക്ക് തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അത് നന്നായി ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഒരു സോസ് 1 ടീസ്പൂണോളം സോയാ സോസാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അത് ഞാൻ അതിലൊഴിച്ചു. അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ കുനുകുനുന്നനെ
മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ആ ചിക്കൻ നമ്മൾ അതിലിട്ടു. അങ്ങനെ അതൊന്ന് തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും മുട്ട നമ്മൾ പതുക്കെ പതുക്കെ ലെയറായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ്. അത് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഇളക്കുകയാണെങ്കിൽ ഒന്നും കൂടെ അത് ഭംഗിയായിരിക്കും. എനിക്ക് പക്ഷേ എല്ലാം കൂടെ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി സ്ലോ ആയി. അപ്പോൾ മുകളിൽ കുറച്ച് ഇങ്ങനെയായി. അത് നമ്മൾ അപ്പം തന്നെ ഇളക്കുകയാണെങ്കിൽ അതിലേക്ക് ഇങ്ങനെ ലയിച്ച് ലയിച്ച് പോകും. പക്ഷെ ഞാനത് ഇളക്കി ഇളക്കി ശരിയാക്കി എടുത്തു. അപ്പം അങ്ങനെ നമുക്ക് അത് ഇളക്കി ഇളക്കി എടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു കുറച്ച് ഒരു തുള്ളി വിനാഗിരിയാണ് ഒഴിക്കുന്നത്. ഏകദേശം അതൊരു ടീസ്പൂൺ വിനാഗിരിയാണ് അതിൽ ചേർക്കേണ്ടത്. ഈ വിനാഗിരിയും കൂടി ചേർത്ത് അതിന് ശേഷം നമ്മളവിടെ മാറ്റി വെച്ചിട്ടുള്ള കോൺഫ്ലവറിനെ നമ്മളതിലേക്ക് ഇതുപോലെ തന്നെ ഒരുമിച്ച് അങ്ങോട്ട് ഒഴിക്കാതെ ലെയറായിട്ട് തന്നെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് ഒഴിച്ച് എല്ലാം കൂടെ ചേരുമ്പോൾ വെള്ളം ഒന്ന് വറ്റണ വരെ നമ്മളൊന്ന് നന്നായി തിളപ്പിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ഇതും കൂടി ഇടായിരുന്നു. നമുക്ക് ബീൻസ് കുനുകുനെന്ന് അരിഞ്ഞത് ഇട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്കിതൊരു കളർഫുള്ളായേനെ. പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് തന്നെ രാത്രി പാതിരി ആയതുകൊണ്ട് ഇതിന് നമുക്ക് ബീൻസ് കിട്ടാൻ പറ്റിയില്ല. അപ്പോൾ അതും കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ല കാണാനൊരു ഭംഗിയായേനെ. ഇത്രയും ചേർത്ത് നമുക്ക് അതിനെ നന്നായി ഇളക്കി തിളപ്പിച്ച് എടുക്കുക. അങ്ങനെ ഒരു ലൈറ്റ് ചൂടോട് കൂടി നമുക്കത് കഴിക്കാൻ പറ്റും. പിന്നെ എൻ്റെ ഈ ചാനൽ കാണണവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് പറയുക. എൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, ഞാൻ പറയണതിലും അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയതിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. അപ്പം നിങ്ങൾ അത് നിങ്ങളുടെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ആ ലൈറ്റ് ചൂടോട് കൂടി നമ്മളിത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവർക്കും പകർത്തി ഞങ്ങൾ സ്വാദിഷ്ടമായ സൂപ്പ് കഴിച്ചു. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.